പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നവംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മാസം മുഴുവനും മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ശുദ്ധീനാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ കുടുംബവൃക്ഷത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ വിടുവിച്ചെടുക്കുന്ന ജീവന്റെ സമൃദ്ധിയില്, രക്ഷാകര സമൃദ്ധിയില് നിറച്ചെടുക്കുന്ന വലിയ അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുന്ന വലിയൊരു ശക്തിയാണ് മരണത്തിന്റെ ശക്തി. നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു ശക്തി പല മേഖലകളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, നമ്മിലേക്ക്, നമ്മുടെ മക്കളിലേക്കൊക്കെ കടന്നു വന്ന ചില മേഖല. ഉദാഹരണത്തിന് ആത്മഹത്യ, അല്ലെങ്കിൽ ആത്മഹത്യയുടെ ഒരു അരൂപി നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നത്. ഈ ദിവസങ്ങൾ കുറെ പേര് പറഞ്ഞു, അച്ഛാ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പല പല ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. മക്കളിപ്പോ ചെറിയ കാര്യം മതി, മരിക്കാമാണ്, ചാവമാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്കിനി മുന്നോട്ട് പോകണ്ട, ഞാനത് അവസാനിപ്പിക്കാൻ പോവാ. അങ്ങനെയൊക്കെ പറയുന്ന മക്കളെ കുറിച്ചും ചില മക്കളെങ്കിലും സ്വയം പറയാ, അവസാനിപ്പിക്കാൻ തോന്നുക. ഇതിന്റെയൊക്കെ പിന്നില് ഒരു മരണത്തിന്റെ ശക്തി നമ്മുടെ കുടുംബത്തില് എങ്ങനെയൊക്കെയോ കയറി പറ്റിയിട്ടുണ്ട്. അതായത് ഒരു മരണം ഒരു കുടുംബത്തിൽ സംഭവിച്ചാല്, ആത്മഹത്യ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ അരൂപി അല്ലെങ്കിൽ ശക്തി ഒരു ആധിപത്യം പോലെ, അവകാശം പോലെ ആ കുടുംബത്തിൽ കിടക്കും. ഇത് പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പന്റെ അപ്പൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അപ്പന്റെ അമ്മ, അല്ലെങ്കിൽ അമ്മയുടെ അപ്പൻ, അങ്ങനെ ആത്മഹത്യയുടെ ഒരു അവസ്ഥ ആ കുടുംബത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ അത് ആ കുടുംബത്തെ, ജീവിതത്തെ, മക്കളെ, തലമുറയെ, ചെറിയ പ്രശ്നം മതി, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ല, വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടന്നില്ല, എന്തെങ്കിലും വരുമ്പോ തന്നെ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു വഴിയാണ് എന്നാ മരിച്ചേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഓർക്കണം, നമ്മുടെ കുടുംബത്തില് മരണത്തിന്റെ ഒരു ശക്തി കിടക്കുന്നുണ്ട്. നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, അവസാനിപ്പിക്കുന്ന ഒരു ശക്തി. അത് നമ്മെ എന്താ പറയാ, പലതിലേക്ക് നയിക്കും. പഠിക്കണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി, മദ്യപിച്ച് നശിക്കുന്നറിയാം, അങ്ങനെ തീരട്ടെ. അങ്ങനെ ഒരു ശക്തി നമ്മുടെ കുടുംബത്തില് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മള് കർത്താവിന്റെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് അതിനെ പുറത്താക്കണം. നമുക്ക് ജീവിക്കണം. ഈശോ വന്നത് ജീവൻ നൽകാനും അത് സമർത്ഥമായി നൽകാനാ. ഈശോ വന്നത്, ഈശോ മരിച്ചത് നമ്മുടെ മരണം അവസാനിപ്പിക്കാനാ, നമ്മൾ ജീവിക്കാനാ. അവന്റെ മരണത്താൽ നാം ജീവൻ പ്രാപിച്ചു. ആ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ യേശുവിൽ കൃപയിൽ, കൃപയ്ക്കുമേൽ കൃപയില്, അവന്റെ കുരിശുമാന ശക്തിയിൽ നമ്മൾ ജീവിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പേടിച്ച് വിറച്ച് ആകുലപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ച് ഇനി മുന്നോട്ട് പോകണ്ട, ഒന്നും ചെയ്യണ്ട, ബിസിനസ് ചെയ്യണ്ട, പഠിക്കണ്ട, ജോലി ചെയ്യണ്ട, അല്ലെങ്കിൽ സമ്പാദിക്കണ്ട, എന്തിനാ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ നിരന്തരമായ പോരാട്ടത്തിലൂടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ
ഈ മരണത്തിന്റെ, നശീകരണത്തിന്റെ ഇല്ലാതാക്കുന്ന ആ ഒരു ശക്തി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയെ വിട്ടുമാറി പോകണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തില് അങ്ങനെ ഏതെങ്കിലും ശക്തി നമുക്കറിയാൻ പറ്റും. നമ്മുടെ വ്യാപാരങ്ങളില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പെട്ടെന്നുള്ള പ്രതികരണത്തില്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോരോ മേഖലകളില് ആ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്ന സ്വഭാവം, അവസ്ഥ മനസ്സിലാക്കുക. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിനെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധാത്മാവിനെ നിറച്ച് ദൈവിക ജീവന സമൃദ്ധിയിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പാരമ്പര്യത്തെ നിറച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. നശിപ്പിക്കുന്ന ശക്തി അത് നമുക്ക് അവസാനിപ്പിച്ചുകൊണ്ട്, മരണത്തിന്റെ ശക്തി അവസാനിപ്പിച്ചുകൊണ്ട്, ജീവന്റെ ആ ഒരു ശക്തി, ജീവന്റെ സംസ്കാരം, അത് സമർത്ഥമായ ജീവന്റെ ശക്തി എല്ലാ മേഖലയിലും, ജീവിതത്തിലും, പഠനത്തിലും, വ്യാപാരങ്ങളിലും, സാമ്പത്തിക മേഖലയിലും, ജോലി മേഖലകളിലും, എല്ലാ മേഖലകളിലും ജീവന്റെ സമൃദ്ധി നിറയപ്പെടണം. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന് മുമ്പില്, ജീവൻ നൽകുന്ന, ജീവന്റെ സമൃദ്ധി നൽകുന്ന കർത്താവിന് മുമ്പില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ തലമുറയെയും ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മരണം, ഒരു അവസാനിപ്പിക്കല്, ഒരു ഇല്ലാതാക്കല് നമ്മുടെ കുടുംബത്തില് ഒരു വ്യക്തിക്കോ ഒരു മേഖലയ്ക്കോ സംഭവിക്കാതിരിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവികാനുസരണത്തിൽ പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപപരിഹാര ബലിയുടെ യോഗ്യതയാൽ അങ്ങ് ചൊരിഞ്ഞ രക്ഷാകരമായ വലിയ കരുണ എല്ലാ ആത്മാക്കളും മേൽ ചൊരിഞ്ഞുകൊണ്ട് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുദീന സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളുടെ മേലും വലിയ കരുണ ചൊരിയണമേ എന്ന് ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ പാപശക്തിയിൽ നിന്നും, എല്ലാ ശാപശക്തിയിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള എല്ലാ മരണത്തിന്റെ, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന എല്ലാ ശക്തികളുടെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന, ഞങ്ങളുടെ പാരമ്പര്യത്തിലൂടെ, തലമുറയിലൂടെ കടന്നു വന്ന മരണശക്തി, ആത്മഹത്യയുടെ, കൊലപാതകത്തിന്റെ, നശീകരണത്തിന്റെ, ഇല്ലാതാക്കലിന്റെ കർത്താവ് എല്ലാ ശക്തികളെയും അവിടുന്ന് നിർവീര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മരണം ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്, അങ്ങ് മുറിവേറ്റത് ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്, അങ്ങ് രക്തം ചിന്തിയത് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണല്ലോ. ആ ബലിയുടെ യോഗ്യതയാൽ, ആ മരണശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള എല്ലാ മരണശക്തികളെയും യേശുവിന്റെ നാമത്തില്, കുരിശുമരണ ശക്തിയില് ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മരണത്തിന്റെ രൂപികൾ വിട്ടുമാറി പോകട്ടെ. നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പൈശാചിക ശക്തികൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വലിയ ശക്തികളെ കർത്താവെ അവിടുന്ന് നിർവീര്യമാക്കണമേ, ബഹിഷ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഭരണം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭരണം ഏറ്റെടുക്കണമേ. ആത്മഹത്യയെ കുറിച്ചോ, ഇല്ലാതാക്കുന്നതിനെ കുറിച്ചോ, നശിപ്പിക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കാനിടയാകാത്ത വിധം പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ, ഞങ്ങളുടെ തലമുറയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ദിവ്യകാന സന്നദ്ധിയിൽ പ്രാർത്ഥിക്കും. മക്കളെ, ആത്മഹത്യ, ജീവൻ നശിപ്പിക്കല്, അതിനുവേണ്ടിയുള്ള പ്രവൃത്തികള് പലതും അവസാനിപ്പിക്കുന്നു. പഠനം അവസാനിപ്പിക്കുന്നു, ജോലി അവസാനിപ്പിക്കുന്നു, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന, അവസാനിപ്പിക്കുന്ന അവസ്ഥയിൽ ചിന്തിക്കുകയും അടിമപ്പെടുത്തുകയും ചെയ്യുന്ന പൈശാചിക ശക്തികൾ നിർവീര്യമാക്കപ്പെടട്ടെ. പ്രത്യാശ നിറയട്ടെ, ജീവന്റെ ചിന്തകൾ നിറയട്ടെ. സ്വർഗത്തിന്റെ വലിയ സമാധാനം, പ്രത്യാശ എല്ലാ മക്കളും നിറയട്ടെ. എല്ലാ കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി ഈ ഒരു മേഖലയിൽ ശക്തി പ്രകടമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, പ്രാർത്ഥനയോടെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ ജീവന്റെ സമൃദ്ധി, അങ്ങ് നൽകുന്ന ജീവന്റെ സമൃദ്ധി ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ തലമുറയിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ യാചനാപൂർവ്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവന്റെ സമൃദ്ധി നിറയപ്പെടാനും മരണത്തിന്റെ നശിപ്പിക്കുന്നതിന്റെ ഇല്ലാതാക്കുന്ന ശക്തി നിർവീര്യമാക്കപ്പെടാനും വേണ്ടി ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണത്തിന്റെ, നശിപ്പിക്കലിന്റെ, ഇല്ലാതാക്കലിന്റെ എല്ലാ രൂപികളെയും സ്വഭാവങ്ങളെയും ആധിപത്യങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ, ജീവന്റെ, പ്രത്യാശയുടെ ശക്തിയിൽ നിറച്ച് ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.